ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയ വീഡിയോ എന്ന് പറയുമ്പോൾ ചെറിയ കുറച്ച് കണ്ടൻസൊക്കെ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നത്. അപ്പോൾ ഇന്ന് വീഡിയോ ഇടുമ്പോൾ ഞാൻ ചിന്തിച്ചു എന്താ ഇന്ന് ഇടണ്ടേ, അതായത് എൻ്റെ ഡെയിലി ലൈഫിലെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇടാമെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ മക്കൾ സ്കൂളിൽ പോയേക്കും, അപ്പോൾ സ്കൂൾ വിട്ട് വരും ഇപ്പോൾ. അപ്പോൾ അവർക്ക് വന്നു കഴിഞ്ഞിട്ട് ഞാൻ അവർക്ക് എന്തൊക്കെ ചായ കൊടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അവർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താ അവർക്ക് കഴിക്കാൻ കൊടുക്കുന്നത്, അങ്ങനെ ചെറിയൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് മുൻപായിട്ട് നമുക്ക് കുറച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചു. ഗായൂസ് ടോക്ക് എന്നാണല്ലോ, അപ്പോൾ കുറച്ച് സംസാരിക്കും, കുറച്ച് കാര്യങ്ങളും ചെറിയ ചെറിയ എന്താ പറയണേ, നമ്മുടെ ചുറ്റുപാടുകളും ചെറിയ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നമുക്ക് സംസാരിക്കാം. അപ്പോൾ എൻ്റെ പിള്ളേർ സ്കൂളിൽ പോയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കുക, എൻ്റെ സ്കൂൾ ലൈഫിലെ കാര്യം. ഞാൻ പഠിച്ചത് KR നാരായണൻ ഗവൺമെൻറ് LP സ്കൂൾ കുറിച്ചിത്താനത്താണ്. അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, ഒട്ടുമിക്ക ആളുകൾക്കും അറിയുമെന്ന് ഞാൻ കരുതുന്നു. നമ്മുടെ രാഷ്ട്രപതി പഠിച്ച സ്കൂളിലാണ് ഞാനും പഠിച്ചത്. ഇപ്പോഴത്തെ പണ്ടത്തെ KR നാരായണൻ അറിയാമല്ലോ, അദ്ദേഹത്തിൻ്റെ സ്വന്തം നാട്, അദ്ദേഹം പഠിച്ച സ്കൂള്, അവിടെ പഠിക്കാനൊരു ഭാഗ്യം എനിക്കും കിട്ടി. ഞാൻ മാത്രമല്ല കേട്ടോ, എൻ്റെ ഫാമിലിയിൽ എല്ലാവരും തന്നെ അവിടെയാണ് പഠിച്ചത്. എൻ്റെ അച്ഛന്മാരൊക്കെ തൊട്ട് ഞങ്ങൾ ഇപ്പോഴത്തെ തലമുറയിലെ എല്ലാവരും ആ സ്കൂളിലാണ് പഠിച്ചു വന്നത്. അപ്പോൾ അവിടെ തന്നെയാണ് എൻ്റെ കുട്ടികളും പഠിക്കുന്നത്. അപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഇങ്ങനെ സ്കൂൾ ലൈഫ് അത് നമുക്ക് മറക്കാൻ പറ്റാത്തൊരു കാലഘട്ടമാണല്ലോ. അതായത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സുവർണ്ണ നിമിഷങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കൂൾ ലൈഫാണ്. കാരണം നമ്മൾ അന്ന് അപ്പോൾ അതൊരു ടെൻഷനില്ലാത്ത കാലഘട്ടമാണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷെ എനിക്ക് ചെറിയൊരു ചുമയുണ്ട് കേട്ടോ, അതുകൊണ്ടാണ്. അപ്പം അതെന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും സുരക്ഷിതമായിട്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. കാരണം നമ്മുടെ പേരൻസിൻ്റെ കൂടെയാണ്. നമുക്ക് ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും നമ്മുടെ ലൈഫിലില്ല. കാരണം അവരുടെ സംരക്ഷണത്തിൽ നമ്മൾ ജീവിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും നമ്മുടെ ലൈഫിൽ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള സമയങ്ങൾ. അപ്പോൾ എൻ്റെ സ്കൂൾ ലൈഫ് എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. കാരണം അന്ന് ഈ സ്കൂൾ ബസ്സും കാര്യങ്ങളും ഒന്നും ഇല്ല, നടന്നു പോണേ സ്കൂളിൽ. അപ്പം ഞങ്ങൾ എന്ന് പറഞ്ഞാൽ 4 മക്കളാണ്. ഞങ്ങൾ 3 പെണ്ണും ഒരു ആണുമാണ്. അപ്പോൾ അവൻ കുറച്ച് ലേറ്റായിട്ടുണ്ടായതാണ്. പിന്നെ കൂടാതെ ഞങ്ങൾ അന്ന് കൂട്ടുകുടുംബമായിട്ട് ഇവിടെ താമസിക്കുക, തറവാട്ടിൽ എല്ലാവരും. എൻ്റെ അച്ഛൻ, അവർ 5 പേര്, പിന്നെ അവരുടെ ഫാമിലി, അങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ചുള്ളൊരു സമയമാണ്. നല്ല രസമാണ്. അപ്പം ഞങ്ങളെല്ലാവരും നടന്നാണ് സ്കൂളിൽ പോകുന്നത്. നടന്നു പോകുമ്പോൾ അറിയാലോ എന്ത് രസമാണ്. കാണുന്ന വള്ളിയും പള്ളിയും എല്ലാം പറിച്ചുകൊണ്ടൊക്കെയാണ് പോകുന്നത്. എന്നിട്ട് ആ ടൈമിൽ നമുക്ക് വീട്ടിൽ ഫ്രിഡ്ജില്ല, എപ്പോഴും ഞാൻ ഓർക്കുക. അപ്പം വൈകിട്ട് സ്കൂൾ വിട്ട് തിരിച്ചു വരുന്ന സമയത്ത് അവിടെ ഒരു വീടുണ്ട് കേട്ടോ. ഞങ്ങൾ സ്കൂൾ വിട്ട് കയറി വരുന്ന സമയത്ത് 2 വീടുകളുണ്ട്, അവിടെയാണ് ഫ്രിഡ്ജുള്ളത്. അപ്പം ഞങ്ങൾ ഐസ് കട്ട വാങ്ങും. അതായത് ഈ ചോറ്റും പാത്രം കൊണ്ട് വന്ന് അവിടെ ആ ചേച്ചി അപ്പം ഞങ്ങൾക്ക് ഐസ് കട്ട തരും. അങ്ങനെ ഐസ് കട്ടയൊക്കെ വാങ്ങി തിന്ന് ചുമയും പനിയൊക്കെ പിടിപ്പിക്കുന്ന ഒരു സമയം. പിന്നെ കൂടാതെ നമ്മുടെ സ്കൂൾ മുറ്റത്ത് ബദാങ്കായുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ബദാം. അപ്പോൾ ബദാങ്കയുണ്ട്, അത് പൊട്ടിച്ച് അത് തിന്നും, അതിൻ്റെ തൊലി കഴിക്കും, അങ്ങനെയൊക്കെ നല്ല രസമാണ്. പിന്നെ 1 രൂപയും 2 രൂപയൊക്കെ ആയിട്ടാണ് സ്കൂളിൽ പോകുന്നത്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ അന്നൊക്കെ ഭയങ്കര വലിയൊരു സംഭവമാണ്. അപ്പോൾ നമ്മൾ സ്കൂളിൽ പോയി കഴിയുമ്പോൾ ഞങ്ങൾക്ക്, ഞാൻ എപ്പോഴും ഓർക്കും, അവിടെ ഒരു പെട്ടിക്കടയുണ്ട് ഞങ്ങളുടെ KR നാരായണൻ സ്കൂളിൻ്റെ ഓപ്പോസിറ്റ്. അപ്പോൾ ആ പെട്ടിക്കടയിൽ നിന്ന് വിക്സ് മിഠായി കിട്ടും. പിന്നെ ഇങ്ങനെ ചെറിയ കുഞ്ഞ് മുത്ത് പോലെ ഇരിക്കുന്ന മിഠായി, അയ്യോ അതിൻ്റെ പേരങ്ങനെയൊന്നുമില്ല, ഞങ്ങൾ പറയുന്നതന്നെ ആ മധുരമുള്ള മിഠായി തരാൻ പറയും. അതൊക്കെ 1 രൂപയ്ക്ക് കൊടുത്താൽ നിറച്ച് കിട്ടും. പിന്നെ
തേൻ മിഠായി അങ്ങനെയൊക്കെയുള്ള ഇതെല്ലാം കൈ വാങ്ങിക്കൊണ്ട് അവിടം തൊട്ടേ ഒത്തിരി കുറച്ച് ദൂരം ഞങ്ങൾക്ക് നടന്നു വരണം. അപ്പോൾ അത് തിന്നുകൊണ്ടാണ് സ്കൂൾ വിട്ട് വീട്ടിൽ വരുന്നത്. അങ്ങനെയൊക്കെ അടിപൊളി ഒരു സമയം. കൂട്ടുകാരെല്ലാം കൂടി ഇപ്പോൾ മഴയാണെന്നുണ്ടെങ്കിൽ കുട ഉണ്ടാവും, പക്ഷെ മഴ മൊത്തം നനഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ വരുന്നത്. അപ്പോൾ അമ്മയുടെ കയ്യിൽ നിന്ന് നല്ല വഴക്കും കിട്ടും. പക്ഷേ അതൊക്കെ ഒരു രസമുള്ള കാലഘട്ടം. ഇന്ന് നമ്മുടെ മക്കൾക്ക് നഷ്ടപ്പെട്ട ഒരു കാലഘട്ടമാണ് നമ്മൾ കടന്നു വന്നത്. കാരണം അതെന്ന് വെച്ചാൽ ഭയങ്കര നമ്മുടെ മെമ്മറിയിൽ എപ്പോഴും ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടം. ചിലപ്പോഴൊക്കെ ഞാനാണെങ്കിൽ പിള്ളേർ ഇവിടെ സ്കൂളിൽ വിടുമ്പോൾ ഞാൻ പറയും നമുക്ക് നടന്നു പോയാലോ. എന്നാന്ന് വെച്ചാൽ അവിടെ ഇങ്ങനെ നടന്നു വരുമ്പോൾ വഴി കൂടെ നടന്നു വരിക, എല്ലാം നമ്മുടെ ചുറ്റുപാടും എല്ലാം കണ്ടും കേട്ടും വരുന്നതെന്ന് വെച്ചാൽ അത് നല്ലൊരു അനുഭവമാണ് ജീവിതത്തിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ഒരുപാട് മെമ്മറീസ് ഉണ്ട് നമുക്ക് ഓർക്കാൻ വേണ്ടി. അന്നൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പടം വരയ്ക്കാൻ, ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഡ്രോയിങ്ങിനൊക്കെ ഞാൻ കൂടും. പിന്നെ ഡാൻസ് മെയിനായിരുന്നു. 1 തൊട്ട് 4 വരെ ഡാൻസിന് കൂടും. അതൊക്കെ രസമാണ് കേട്ടോ. ഡാൻസ് ക്ലാസ് ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് അയ്യോ ഒന്നും പറയണ്ട. അതായത് അന്നെന്ന് വെച്ചാൽ ബ്രിട്ടാനിയയുടെ ബിസ്ക്കറ്റൊക്കെ വാങ്ങി ഒരു കുപ്പി വെള്ളമൊക്കെ ആയിട്ട് അങ്ങോട്ട് പോവുക. ശനിയാഴ്ചയൊക്കെ ഡാൻസ് ക്ലാസ് ഉണ്ട്, പിന്നെ എല്ലാ ദിവസവും വൈകുന്നേരം ക്ലാസ് ഉണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഗമയും കൂടെയാണ് നമ്മൾ സ്റ്റേജിൽ കയറി ഡാൻസൊക്കെ കളിക്കുമ്പോൾ. അതായത് നല്ല ഒരുക്കി നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഡാൻസ് കളിക്കുക. ഞാൻ ഇപ്പോഴും എൻ്റെ പിള്ളേരെ എല്ലാ പരിപാടിക്കും കൂടിക്കോളാൻ ഞാൻ പറയും കേട്ടോ. അവർക്ക് ഇഷ്ടം ഡാൻസ് തന്നെയാണ് ഇപ്പോഴും. എന്താണോ എൻ്റെ ഒരു ഇഷ്ടങ്ങൾ തന്നെ അവർക്കെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ പക്ഷേ എന്ന് വെച്ചാൽ എനിക്ക് ആ കാലഘട്ടങ്ങളൊക്കെ തിരിച്ചു കിട്ടുമല്ലേ, എല്ലാവരുടെയും മെമ്മറിയിൽ നിൽക്കുന്ന ഒരു കാലഘട്ടം. അപ്പോൾ പിന്നെ എനിക്ക് ഓർത്തിരിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ LP സ്കൂൾ ആ കാലഘട്ടം കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾക്ക് തൊട്ടടുത്ത് തന്നെയാണ് അടുത്ത സ്കൂളുള്ളത്. അതായത് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ഞങ്ങൾ കുറവിലങ്ങാടെന്ന്. അപ്പോൾ കോട്ടയം ജില്ലയിൽ കുറവിലങ്ങാടെന്ന് ഞാൻ പറയാൻ കാര്യം ഒരുവിധം എല്ലാവർക്കും പരിചയം കുറവിലങ്ങാടാണെന്ന് പറയുമ്പോഴാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഞാൻ താമസിക്കുന്ന പ്രോപ്പർ ഏരിയ എന്ന് പറഞ്ഞാൽ മണ്ണക്കനാട് വലിയപാറ, അതാണ് ഞങ്ങളുടെ ഒരു ഏരിയ. പിന്നെ ഞങ്ങൾക്ക് തൊട്ടടുത്ത് കുറിച്ചിത്താനം. അപ്പോൾ സ്കൂളുകളൊക്കെ കുറിച്ചിത്താനത്തുള്ള അവിടെ ഞങ്ങളെല്ലാം പഠിച്ചത്. അതുകൊണ്ട് അപ്പോൾ ഈ കുറിച്ചിത്താനത്ത് കേരനാരായണ സ്കൂൾ കഴിഞ്ഞാൽ പിന്നെ അവിടെ 4ാം ക്ലാസ് വരെയാണുള്ളത്. അത് കഴിഞ്ഞ് ഇപ്പറെ അടുത്ത സ്കൂളാണ് 5 തൊട്ട് 10 വരെ ഒരു സ്കൂൾ. അതിന് തൊട്ട് താഴെയാണ് VHSC വരുന്നത്. ഇപ്പോൾ അവിടെ ഇംഗ്ലീഷ് മീഡിയം എല്ലാം വന്ന് നല്ല ഡെവലപ്ഡായി. അന്നും അടിപൊളിയായിരുന്നു. ഞാൻ പറയാമല്ലോ, എന്ത് രസമായിരുന്നു ആ ലൈഫെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ടീച്ചേഴ്സാണെങ്കിലും നമ്മളെ അമ്മമാരെ പോലെ ചേർത്ത് നിൽക്കുന്ന ടീച്ചേഴ്സും, എന്തിനും കൂടെയുള്ള, അതായത് ഭയങ്കര മോട്ടിവേഷനും സപ്പോർട്ടുമായിട്ട് ടീച്ചേഴ്സും, പിന്നെയെന്ന് വെച്ചാൽ കളിയും കാര്യങ്ങളും പഠനവും എല്ലാം ആയിട്ടുള്ളൊരു കാലഘട്ടം. ഞാൻ ഓർക്കാം സ്കൂളിൽ എന്നും ഞാൻ ലേറ്റായി പോകുന്നൊരു സ്റ്റുഡൻ്റ് ആയിരുന്നു കേട്ടോ. എപ്പോഴും ഞാൻ ലേറ്റായിട്ട് പോകുള്ളൂ. അതെന്നാന്ന് വെച്ചാൽ രാവിലെ എണീക്കാനൊക്കെ അന്നേരം മടിയായിരുന്നേ. അപ്പോൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാലും പിന്നെ കുളിച്ചിട്ട് സ്കൂളിൽ പോകണം. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് പതുക്കെ ഒരുങ്ങിക്കൊണ്ടിരിക്കും. അതായത് മേക്കപ്പ് ഇടയിലല്ല, അന്ന് അത്രയ്ക്ക് മേക്കപ്പ് ഇടലിൻ്റെ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പെട്ടെന്ന് മുടി വാരിക്കെട്ട് ഒരു വലിയൊരു പൊട്ടൊക്കെ തൊട്ടിട്ടായിരിക്കും കൊണ്ടുവരുന്നത്. അപ്പോൾ അതിനൊക്കെ സമയമെടുക്കും. വേറെ അത് മാത്രമല്ല, ഒരു ബുക്ക് എടുത്ത് ബാഗ് വെച്ചു, വീണ്ടും ഒന്ന് ഇങ്ങോട്ട് വന്നു, പിന്നെ ഒന്ന് അടുക്കളയിലേക്ക് പോയി, പിന്നെ അമ്മയുടെ അടുത്ത് പോയി, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് സമയം മുഴുവൻ തീർക്കും. എന്നിട്ട് ബെല്ലടിക്കുമ്പോഴാണ് ഞാൻ സ്കൂളിൽ ചെല്ലുന്നത്. അങ്ങനെ കുറേ ഇൻസിഡൻസുകളൊക്കെ ഉണ്ട്. പിന്നെ അതിൽ ഓർമ്മിച്ചിരിക്കാൻ എന്നെ പഠിപ്പിച്ച മലയാളം ടീച്ചർ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പോഴും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇപ്പം ഞാൻ പറഞ്ഞ എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സിനൊക്കെ ഞാൻ ചിരിച്ച് കാണിക്കും. പക്ഷേ അവരുടെ ഒന്നും അടുത്ത് പോയി സംസാരിക്കുന്നില്ല. കാരണം എന്നാന്ന് വെച്ചാൽ എൻ്റെ ലൈഫിൽ ഞാൻ കുറേ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. ഞാൻ ഇന്നതായി തീരും, അങ്ങനെ എത്തും. പക്ഷേ അതൊക്കെ എന്തോ അതൊന്നും ആ ഒരു ലക്ഷ്യത്തിലേക്ക് അത്രയ്ക്ക് എനിക്ക് എത്താൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ലൈഫിൽ അച്ചീവ് ചെയ്ത് നേടിയതിന് ശേഷം അവരുടെ അടുത്ത് ചെല്ലുമ്പോഴാണ് നമ്മൾ ലൈഫ് വിജയിച്ചു എന്ന് പറയാൻ പറ്റുന്നത്. അപ്പോൾ
അതിൻ്റെ ഒരു കോംപ്ലക്സോ എന്തോ ഉള്ളിലുള്ളത് കൊണ്ടാണ്. പക്ഷെ അവരൊക്കെ ഇന്ന് എൻ്റെ മനസ്സ് നിറച്ചുണ്ട്. പക്ഷെ അങ്ങനെ എത്തുന്നൊരു സമയം വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ഒരു ടൈമിങ്ങിനായിട്ട് ഞാൻ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ അധ്യാപകരുടെ അടുത്ത് ചെന്നിട്ട് ഞാൻ അന്ന് എനിക്ക് ഒത്തിരി സംസാരിക്കാനുണ്ടാവും, എനിക്കറിയില്ല അങ്ങനെ. പക്ഷേ ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെ അവിടുന്ന് എന്നെ പഠിപ്പിച്ച അധ്യാപകർ തന്നെ എൻ്റെ മക്കളെയും പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ അതിലൊരാഗ്രഹം ഞാൻ പഠിച്ചു, നേഴ്സൊക്കെ ആയി. പക്ഷെ ഞാൻ ചിന്തിച്ച ആ ഒരു ലെവലിലേക്ക് എനിക്ക് എത്തിയിട്ടില്ല ഇതുവരെ. പക്ഷേ എത്താൻ വേണ്ടി ഞാൻ പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെയും പ്രാർത്ഥന വേണം. പിന്നെ ഒരു ഓർത്തിരിക്കുന്ന ഇൻസിഡൻ്റ് എന്ന് വെച്ചാൽ ഞാൻ അവിടെ VHSE പഠിക്കുന്ന സമയത്താട്ടോ. VHSE പഠിക്കുമ്പോൾ അവിടെയും ഞാനിങ്ങനെയാണ്, എന്ന് ലേറ്റായിട്ട് ചെല്ലും. അപ്പോൾ ബെല്ലടിച്ച് കഴിഞ്ഞ് ക്ലാസ്സിൽ സാറ് വന്ന് ഹാജരെടുക്കുമ്പോഴത്തേക്കാണ് ഞാൻ ചെല്ലുന്നത്. അതിന് എന്നാ കാര്യം എന്ന് വെച്ചാൽ എൻ്റെ അനിയൻ അന്നേരം ഉണ്ടായിരുന്നു. അപ്പോൾ അവന് അന്നേരം നഴ്സറിയിലോ അല്ലെങ്കിൽ എൻ്റെ അനിയത്തി ഉണ്ടായിരുന്നു, അവരെയും വിട്ട് അതുവഴി ഞാൻ എൻ്റെ സ്കൂളിലേക്ക് പോകുന്നത്. അപ്പോൾ അവരെ വിടാൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ ലേറ്റാവും. അതാ ശരിക്കും സംഭവം. പിന്നെ വഴിയിലെങ്ങാനും വെച്ച് ഞാൻ പോകുന്ന സമയത്ത് ഒരു പട്ടിയെ കണ്ട അല്ലെങ്കിൽ ഒരു പശുവിനെ കണ്ട പിന്നെ തീർന്നു. എനിക്ക് എല്ലാം ഭയങ്കര പേടിയായിരുന്നു. അപ്പോൾ അതെല്ലാം കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഉടനെ അവിടെ സ്റ്റക്കാവും. പിന്നെ ഞാൻ മുമ്പോട്ട് നടക്കില്ല. പിന്നെ ആരെങ്കിലും വഴി കൂടെ വരണം നടക്കാൻ. അപ്പോൾ അവർ വരുമ്പോഴായിരിക്കും ഞാൻ ഇങ്ങനെ അവരുടെ ഒരു ഇതിൽ കൂടെ ഞാൻ അപ്പുറത്ത് കിടക്കുള്ളൂ. എനിക്ക് അത്രയ്ക്ക് പേടിയായിരുന്നു. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എല്ലാം ഞാൻ ലേറ്റായി വഴിയിൽ നിൽക്കും. അങ്ങനെ ഒരു കാലഘട്ടം. അപ്പോൾ ഇപ്പം ഞാനത് ഓർക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ പിള്ളേർ സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ ഞാനും അപ്പോൾ ഇങ്ങനെ ചിന്തിക്കും, ഈശ്വരാ പഠിച്ചാൽ മതി, ഞാൻ ഇത്രയും പെട്ടെന്ന് വലുതാവണ്ടായിരുന്നു. എല്ലാവർക്കും ഇപ്പം സത്യം ഞാൻ ഒന്ന് ചോദിക്കട്ടെ, നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ കുറച്ച് പേരെങ്കിലും ഉണ്ടാവുമല്ലോ, അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾക്കൊക്കെ അങ്ങനെ തോന്നിയിട്ടില്ലേ? കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു പ്രാരാബ്ദമൊക്കെ കുട്ടികളൊക്കെ ആയി കഴിയുമ്പോൾ ഈശ്വര കല്യാണം കഴിക്കണ്ടായിരുന്നു, അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരുന്നാൽ മതിയായിരുന്നു, വലുതാവണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നാറുണ്ടോ? എനിക്ക് തോന്നാറുണ്ട് കേട്ടോ, സത്യമായിട്ടും എനിക്ക് തോന്നാറുണ്ട്. അയ്യോ ഞാൻ വലുതാവണ്ടായിരുന്നു, അയ്യോ അന്ന് പഠിച്ചുകൊണ്ടിരുന്ന അതായിരുന്നു ഏറ്റവും നല്ലത്, എന്ത് രസമായിരുന്നു എന്നൊക്കെ ഞാൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അന്ന് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നതാണ് സാധാരണ എല്ലാവരും ചിന്തിക്കുന്ന പോലെ, അയ്യോ എൻ്റെ ദൈവമേ എന്ന് ഈ പഠിത്തം കഴിയും, എൻ്റെ ഈശ്വര എന്ന് ഈ ഭാരങ്ങൾ കഴിയും, ഒന്ന് പെട്ടെന്ന് ഇത് കഴിഞ്ഞാൽ മതിയായിരുന്നു, ഒരു ജോലി കിട്ടിയാൽ മതിയായിരുന്നു. ജോലി കിട്ടിക്കഴിയുമ്പോൾ അവർക്ക് എൻ്റെ ഈശ്വര അടുത്ത പ്രാരാബ്ദം, ഇത് എന്നും ജോലിക്ക് പോകണമല്ലോ എന്നൊരു ചിന്ത. അപ്പോൾ നമ്മൾ ഓർക്കും അയ്യോ അതായിരുന്നു നല്ലതെന്ന്, അല്ലേ? അപ്പോൾ എന്നെപ്പോലെ എത്ര പേരങ്ങനെ ചിന്തിക്കുന്നുണ്ട്? അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഇട്ടേക്കണേ. അപ്പോൾ നമ്മുടെ മക്കൾ ഇപ്പോൾ ഒരു 3:30 കഴിയുമ്പോഴത്തേക്കും വരും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെറിയ കുക്കിംഗ് ചെയ്ത് വയ്ക്കാം. അവർക്ക് ഇഷ്ടപ്പെട്ട ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് വേറൊന്നും അല്ല കേട്ടോ, ബ്രെഡ് ഓംലേറ്റൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എൻ്റെ ഇപ്പം എല്ലാവരുടെയും മക്കൾ അങ്ങനെയാണ്, കഴിക്കാൻ ഭയങ്കര മടിയായിരിക്കും ഫുഡ്. സ്കൂളിൽ പോകുമ്പോൾ പ്രത്യേകിച്ച് നമ്മളിങ്ങനെ ഓടി പുറകെ നടക്കണം, എന്നാലും അവർക്ക് കഴിക്കാൻ മടിയാണ്. ഇപ്പോൾ പലഹാരമാണെന്നുണ്ടെങ്കിൽ ശരി ഒരിത്തിരിയൊക്കെ കഴിച്ചിട്ട് പോകും, എന്നാലും സ്കൂളിൽ പോകുമ്പോൾ ഫുഡ് കഴിക്കാൻ മടിയുള്ള കുട്ടികളുടെ പേരൻസ് ഉണ്ടെങ്കിൽ അവരും എനിക്കൊരു ഹായിട്ടേക്ക്. എൻ്റെ മക്കൾ അങ്ങനെ തന്നെയാണ് കേട്ടോ. ഞാനും അങ്ങനെയായിരുന്നു, ഭയങ്കര മടിയായിരുന്നു, ഫുഡ് കഴിക്കാനേ മടിയായിരുന്നു. പിന്നെ പലഹാരമാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഐസ്ക്രീമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അതുപോലെ തന്നെ എൻ്റെ മക്കൾക്കും ഐസ്ക്രീമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എന്ത് ചെയ്യാനാ, എനിക്കും അധികം കഴിക്കാൻ പറ്റില്ല, പിള്ളേർക്കും അത് ഉടനെ ചുമ പിടിക്കും കേട്ടോ. അങ്ങനെ എൻ്റെ അമ്മ ഇവിടെ ഇരിപ്പുണ്ട്, അമ്മ അവിടെ ചിരിക്കുന്നൊക്കെ ഉണ്ട് എൻ്റെ പൊട്ടത്തരങ്ങൾ കേട്ടിട്ട്. പക്ഷേ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ, അതായത് നമുക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണ്ടേ. അപ്പോൾ എനിക്ക് കുറച്ച് സന്തോഷം കിട്ടുന്ന കാര്യങ്ങളൊക്കെയാണ് എൻ്റെ കാര്യങ്ങളൊക്കെ, നല്ല കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക. അപ്പം ഇങ്ങനെ ഇപ്പം ഞാൻ ചോദിക്കുക, ആരെങ്കിലും മൂഡ് ഔട്ടായിട്ടൊക്കെ ഇരിക്കുന്നവരുണ്ടെങ്കിൽ ഒരു പക്ഷേ എൻ്റെ വീഡിയോ കാണുമ്പോൾ ഓർക്കും അയ്യോ ഈ കൊച്ച് എന്തെല്ലാം പൊട്ടത്തരങ്ങളാണ് പറയുന്നത്, ചിലപ്പോൾ അവർക്കൊരു ചിരി ഉണ്ടാവും. അപ്പോൾ അതെൻ്റെ ഒരു അച്ചീവ്മെൻ്റ് അല്ലേ, കാരണം ഞാൻ കാരണം ഒരാൾ ചിരിക്കാനിടയായാൽ അത്. അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടി ബ്രെഡും ഓംലേറ്റും ഉണ്ടാക്കിയിട്ടുണ്ട്.
അപ്പോൾ കപ്പ ഇരിപ്പുണ്ട്, കുറച്ച് മീനും ഉണ്ട്. പക്ഷെ കപ്പ കഴിക്കത്തില്ല എന്ന് എനിക്കറിയാം. പിന്നെ അത് ഞാൻ കഴിക്കും. പിന്നെ ബ്രെഡും ഓംലേറ്റും പിള്ളേർക്കും കേട്ടോ. അപ്പോൾ അവരെ ഞാനൊന്ന് കഴിക്കാൻ വിളിച്ച് കൊടുക്കട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് ഈ കൊച്ചു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ നല്ലൊരു ശുഭദിനം എല്ലാവർക്കും നേരുന്നു. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ബൈ.